യെസ്, ഫൈനലി നമ്മൾ ആ ഒരു വിജയം നേടിയെടുക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിജയമാണ് നമ്മൾ ഇന്ന് നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിജയത്തിൽ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുന്നുവെന്ന് നിങ്ങളുടെ ലൈക്കിലൂടെ അറിയിക്കുക. 500 ലൈക്കിന് ടാർഗറ്റ്, എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കും. TG പുരുഷോത്തമൻ, തോമസ് ജോർജ് ഇവരുടെ കീഴിൽ 3 മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരിക്കുന്നത്. അതിൽ 2 എണ്ണത്തിനും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. സോ എന്തായാലും അതൊരു നല്ല റിസൾട്ടാണ്. റിസൾട്ട് നോക്കുമ്പോൾ നമ്മൾ താരതമ്യേന കുറച്ച് ദുർബലരായിട്ടുള്ള ടീമുകളെയാണ് പരാജയപ്പെടുത്തിയത് എങ്കിൽ പോലും ഈ ഒരു നല്ല റിസൾട്ടാണ്. കഴിഞ്ഞ 3 കളിയിൽ നിന്ന് 2 വിജയം എന്ന് പറയുന്നത്. സോ എന്തായാലും അവസാന നിമിഷമൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു, മറ്റേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മാച്ച് പോലെ ആകും, എല്ലാം കൊണ്ട് കളയോ ഇത്രയും നേരം നല്ലോണം കളിച്ചിട്ട് എന്ന് വിചാരിച്ചു. ഒരു 70ാമത്തെ മിനിറ്റിൽ തുടങ്ങി ഇങ്ങനെ പിടിച്ചിരിപ്പാണ്. എപ്പോൾ വേണമെങ്കിലും ഗോൾ വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇരിപ്പാണ്. അതാണ് എന്താ പറയുക, ആ ഒരു 97 മിനിറ്റ് ആ ഒരു ഫൈനൽ വിസിൽ അടിച്ചപ്പോൾ നമ്മളിൽ നിന്ന് മാറിപ്പോയത്. എന്തായാലും അവസാന നിമിഷം നമ്മുടെ തോമസ് ജോർജ് സ്റ്റോപ്പ് വാച്ചൊക്കെ എടുത്ത് പൊക്കി കാണിക്കുന്ന കോമഡി ഐറ്റമായിരുന്നു. എന്തായാലും പൊളിച്ചു എന്ന് തന്നെ അറിയാം. നല്ല റിസൾട്ട്. പ്രത്യേകിച്ച് ഇതൊരു സാധാ ഒരു 11 vs 11 മാച്ചിൽ 1-0 വിന്നാണെങ്കിൽ ഞാൻ അത്രത്തോളം ഹാപ്പിയല്ലായിരുന്നു. ബട്ട് ഇതൊരു 9 vs 11 മാച്ചിൽ 1-0 വിൻ, അതൊരു നല്ലൊരു റിസൾട്ട് തന്നെയാണ്. സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇനിയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ.